ഹലോ, ഗുഡ് മോർണിംഗ്. വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. ഞാനിങ്ങനെ രാവിലെ എണീറ്റ് റെയിലേക്ക് കിട്ടി വരുന്നുള്ളൂ. ഇന്ന് രാവിലെ ഓഫീസിൽ പോകണം. ആക്ച്വലി ഇന്ന് ഡോപ്പ് ഡേ ആണ്. നമ്മുടെ ഓഫീസിൽ ഓണപ്പരിപാടിയാണ്. അപ്പോൾ ഇന്ന് അത്തപ്പൂക്കളമാണ്. അപ്പോൾ എൻ്റെ ടീമിൻ്റെ അത്തപ്പൂക്കളമുണ്ട്. 4 ടീമുണ്ട്. ഇപ്പോൾ 4 ടീമിനും അവരവരുടെ ആൾക്കാരെ എയർപോർട്ടിൽ വന്നിട്ട് അത്തപ്പൂക്കളം ഒരുക്കണം. അപ്പം എൻ്റെ ടീമിൻ്റെ അത്തപ്പൂക്കളമാണ്. അപ്പോൾ അതിന് റെഡി ആകാൻ പോവാണ്. പ്രത്യേകിച്ച് ഒരുങ്ങുന്നൊന്നുമില്ല, സാധാ ഒരു പാൻറ്റും ടീഷർട്ടും ഇട്ട് പോവുക. കാരണം വേർത്ത് കഴിഞ്ഞാൽ ഞാൻ സാരി കൊടുത്തു കഴിഞ്ഞാൽ എനിക്ക് തന്നെ അത് കംഫർട്ടബിൾ അല്ല. സോ നമുക്ക് അവിടെ എത്തിയിട്ട് കാണാം. എവിടെ പോയാലും രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ടേ പോവുള്ളൂ. നല്ല ചപ്പാത്തിയും മുട്ട പൊരിച്ചതും ചായ എല്ലാം കുടിച്ചിട്ട്. ഇനി എപ്പം കഴിക്കാൻ പറ്റുമെന്ന് അറിയില്ല. ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ട് ഞാൻ താഴെ കിടക്കും. ഇത്രയേ ഉള്ളൂ. ഈ ഒരു വേഷമാണ് ഞാൻ ഇടുന്നത്. കാരണം നിലത്ത് കിടന്ന് ഉരുളാനുള്ളതാണ്. എൻ്റെ ഫാദർജി എന്നെ കൊണ്ടാക്കും എന്നായിരുന്നു എൻ്റെ ഒരു ധാരണ. പക്ഷേങ്കിൽ എന്താ പറയുക, രാവിലെ പിന്നെ പപ്പാനെ ഞാൻ ശല്യപ്പെടുത്തുന്നത് എനിക്ക് അതിനെ കുറ്റബോധം തോന്നിയത് കാരണം പിന്നെയും പപ്പ 2-3 തവണ വണ്ടി എടുത്ത് വരുന്നതിനെക്കാട്ടും ബെറ്റർ എൻ്റെ കൂടെ എൻ്റെ ടീം മെമ്പറായ ഇവനെ ഞാൻ വിളിച്ചു വരുത്തി. ഞങ്ങൾ 2 പേരും കൂടെയാണ് എയർപോർട്ടിൽ പോയത്. സോ ഇവരൊക്കെ എൻ്റെ കൊളീഗ്സാണ് കേട്ടോ. ഞങ്ങളിങ്ങനെ പൂവൊക്കെ ഇറുത്തുകൊണ്ടിരിക്കുകയാണ്. പൂവ് ഇറുക്കുക എന്നുള്ളത് അത്ര എളുപ്പമുള്ള ടാസ്ക് അല്ലായിരുന്നു. ജമന്തി പല കളർ. ഇവരൊക്കെ എൻ്റെ ടീം മെമ്പേഴ്സാണ്. മീൻസ് നമ്മുടെ ക്യാപ്റ്റൻ വേറെയാണ്, ഞങ്ങൾ ഉൾപ്പെടുന്നത് ഒരു ടീമിലാണ്. ഇപ്പം ഞങ്ങൾ ടീം മെമ്പേഴ്സ് എല്ലാവരും കൂടെ പൂവിറുക്കലും ബഹളും ഒക്കെയാണ്. എൻ്റെ ജീവിതത്തിൽ ആദ്യമായിട്ടാട്ടോ. ഞാൻ സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് പോലും ഞാനൊരു അത്തപ്പൂക്കളത്തിനിടാനോ അല്ലെങ്കിൽ അങ്ങനെ പാർട്ടിസിപ്പേറ്റ് ചെയ്യാനൊന്നും ഞാൻ പോയിട്ടില്ല. എന്തോ അതിനുള്ള സാഹചര്യം ഒത്തില്ല എന്നുള്ളതാണ് സത്യം, വാസ്തവം. പക്ഷേ ഇതൊക്കെ എനിക്ക് നല്ല രസം തോന്നി. ഇതൊക്കെ ഇങ്ങനെ എന്താ പറയുക, ഒരു നാളെടുത്ത് നോക്കുമ്പം നല്ലൊരു ഓർമ്മകൾ തരുന്ന സാധനമാണല്ലോ. നമുക്ക് ഒരു ഹാപ്പിനെസ് കൊണ്ടുവരുന്ന സാധനങ്ങളൊക്കെയാണല്ലോ. എല്ലാവരും ഒത്തൊരുമിച്ച് ഇങ്ങനെ പൂക്കളൊക്കെ പിച്ചുന്നതും അറക്കില്ലല്ലോ പിച്ചുന്നതും ഇങ്ങനെ അതിന് വേണ്ടിയിട്ടുള്ള സാധനങ്ങളൊക്കെ സെറ്റ് ചെയ്യുന്നതും ഒരു സന്തോഷമാണല്ലോ. നാളെ ഈ സന്തോഷം കിട്ടണമെന്നില്ല. സോ ഹാപ്പി ആയിട്ടിരിക്കുക, അത്രയേ ഉള്ളൂ. അപ്പോൾ എന്തായാലും ഇതൊക്കെയാണ് ഞങ്ങളുടെ പരിപാടി. കുറേ ടീംസ് ഉണ്ടായിരുന്നു, പല എയർലൈൻസിൻ്റെയും പിന്നെ ഞങ്ങളുടെ തന്നെ സ്റ്റാഫുകളുടെ പല ടീംസ്. അപ്പോൾ എല്ലാവരും അവരവരുടെ അത്തപ്പൂ, ഇതാണ് നമ്മുടെ അത്തപ്പൂ കേട്ടോ. ഇട്ട് വന്നപ്പോൾ നല്ല ഭംഗിയുണ്ടായിട്ട് എനിക്ക് തോന്നി. ഇതിനെന്തോ ഒരു തീം ഉണ്ടായിരുന്നു, നമ്മുടെ സംസ്ഥാനങ്ങളെല്ലാം കൂടി ചേർന്നിട്ടുള്ളത്. ഇത് ആർപ്പോ ഹിറോ വിളിയാണ് ഈ നടന്നുകൊണ്ടിരിക്കുന്നത്. ഒരു നല്ല രസമുള്ള പരിപാടി. പിന്നെ തിരിച്ച് ഉച്ചയായപ്പോൾ ഞാൻ വീട്ടിലോട്ട് മടങ്ങുകയാണ്. ഞാൻ അതിൻ്റെ വിന്നിങ്ങിൻ്റെ കോമ്പറ്റീഷനായിരുന്നു. ആക്ച്വലി വിന്നിങ്ങിൻ്റെ ഒന്നും റിസൾട്ടിന് വേണ്ടി ഞാൻ വെയിറ്റ് ചെയ്തില്ല. തിരിച്ച് ഞാൻ വീട്ടിൽ വന്നു. വീട്ടിലെത്തിയതിന് ശേഷം എൻ്റെ പൊന്നി ഇതൊരു വെയിലായിരുന്നു. അവൻ തന്നെ എന്നെ വീട്ടിൽ കൊണ്ടാക്കി. പിന്നെ വീട്ടിൽ വന്നു, ഒന്ന് കുളിച്ച് ഫ്രഷായി ഉറങ്ങി എണീറ്റ് വീണ്ടും ഓരോ യാത്ര ചെയ്യാനുണ്ടായിരുന്നു. അത്യാവശ്യം കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്ത് സെറ്റാക്കി വെക്കാനുണ്ടായിരുന്നു. അങ്ങനെ എൻ്റെ കൺപുരികം കാട് പോലെ വളർന്ന് പന്തലിച്ച് അതിനെ ഒന്ന് മെനയാക്കി എടുക്കാൻ ഞാൻ ബ്യൂട്ടി പാർലറിൽ പോയി. പിന്നെ സിറ്റിയിൽ പോകേണ്ട ആവശ്യമുണ്ടായിരുന്നു. അങ്ങനെ സിറ്റിയിൽ പോയി. സിറ്റിയിലൊക്കെ കാല് കുത്താൻ വരാത്ത അവസ്ഥയായിരുന്നു. കാരണം എല്ലാ കടകളും ആൾക്കാർ കൊണ്ട് നിറഞ്ഞിരിക്കുന്നു. അത് ഈ ഓണത്തിൻ്റെ സമയം കൂടെ ആയതുകൊണ്ട് ഓണത്തിന് മുഴുവൻ ലേഡീസും പുറത്തുണ്ട്. പിന്നെ ഇത് ഞങ്ങളുടെ എയർപോർട്ടിൻ്റെ ഗാനമേളയും ട്യൂൺസ് എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു പരിപാടികളൊക്കെ ഉണ്ടായിരുന്നു. അവനവൻ്റെ കഴിവുകളും ഒക്കെ തെളിയിക്കാനുള്ള ഒരു അവസരം, എല്ലാവരെയും എൻ്റർടൈൻ ചെയ്യാനുള്ള അവസരം, അങ്ങനെയൊക്കെ ആയിരുന്നു. ഇത് ഞാൻ നെക്സ്റ്റ് ഡേ ഷൂട്ട് ചെയ്യുന്നതാണ് കേട്ടോ. കാരണം നെക്സ്റ്റ് ഡേ അതായത് വെനസ്ഡേ അന്ന് ഞങ്ങൾക്ക് ഓണം സെലിബ്രേഷൻ ഉണ്ടായിരുന്നു. അപ്പോൾ ഇതൊക്കെ ഈ സാരിയും ഈ സാധനങ്ങളൊക്കെ ആയിരുന്നു. അപ്പോൾ അത് രാവിലെ എണീറ്റ് ഉടുത്ത് റെഡിയായി ഭക്ഷണം എല്ലാം ബ്രേക്ക്ഫാസ്റ്റ് എല്ലാം കഴിച്ചിട്ട് സാരിയൊക്കെ കൊടുത്ത് ഞാൻ എയർപോർട്ടിലെത്തി. ഇതെൻ്റെ കൊളീഗാണ്. ചേച്ചി സെറ്റ് മുണ്ടൊക്കെ എടുത്തത്. ഇത് വർഷങ്ങളോളം പഴക്കമുള്ള എൻ്റെ മമ്മിയുടെ സാരിയാണ്. സാരിയും എൻ്റെ ബ്ലൗസ് കുറച്ച് ലൂസായി, അതുകൊണ്ട് കൈയൊക്കെ തളാന്ന് പറഞ്ഞിട്ട് കിടക്കുമായിരുന്നു. എൻ്റെ പുതിയ ജിമിക്കി. ആൻഡ് എനിക്കിഷ്ടമാണ് മുല്ലപ്പൂ ചൂടുന്നത്, വലിയ ജിമിക്കി ഇടുന്നത്, കയ്യിൽ നിറച്ച് കുപ്പിവളം ഇടുന്നത്. ഒരു സമയം എനിക്കിതൊന്നും ഇഷ്ടമല്ലായിരുന്നു. പക്ഷേ ഇപ്പം ഞാൻ ഇഷ്ടപ്പെടാൻ തുടങ്ങിയിരിക്കുന്നു. എന്തോ നൈസാണെന്ന് എനിക്ക് തോന്നി. ഇതൊക്കെ കുറച്ച് ഫോട്ടോസൊക്കെ അങ്ങനെ എടുത്തു. ഫോട്ടോസൊക്കെ എനിക്ക് തന്നെ ഇഷ്ടപ്പെട്ടു.
കുഴപ്പമില്ല എന്നൊക്കെ തോന്നി. സാരി ഉടുക്കുന്നത് എനിക്ക് ചേരുന്നുണ്ടോ? കമൻറ്റ് ചെയ്യണം. ഇവരൊക്കെ എൻ്റെ കൊളീഗ്സാണ്. ഇവനും എൻ്റെ ടീം മെമ്പേഴ്സാണ്. ഇവരൊക്കെ എൻ്റെ കൂടെ വർക്ക് ചെയ്യുന്നവരാണ്. ഞങ്ങൾ കുറേ ഫോട്ടോസൊക്കെ എടുത്തു. നന്നായിട്ട് ഉടുത്തൊരുങ്ങി വരുമ്പോൾ കുറേ ഫോട്ടോസൊക്കെ എടുക്കാനുള്ള മനസ്സുണ്ടാവുമല്ലോ. പിന്നെന്താ, ഇതൊക്കെ തന്നെ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ 2 ദിവസത്തെ വീഡിയോ ഞാൻ ഒരൊറ്റ ദിവസം എഡിറ്റ് ചെയ്തിട്ട് അങ്ങനെ ആക്കി. കുറേ വീഡിയോസ് എടുത്തിട്ടുണ്ടായിരുന്നു, പക്ഷേ എല്ലാം കൂടെ എഡിറ്റ് ചെയ്ത് വന്നപ്പോൾ ഒരുപാട് റിപ്പീറ്റേഷൻ വരുമെന്ന് എനിക്ക് തോന്നി. പിന്നെ ഇടയ്ക്ക് കുറേ പാട്ടുകളൊക്കെ ഉണ്ടായിരുന്നു. കോപ്പിറൈറ്റ്സ് പേടിച്ച് അതും ഒഴിവാക്കി.